ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പരിപ്പും മുരിങ്ങയിലും ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേഗം വേവുന്ന പരിപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ പരിപ്പ് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പരിപ്പെല്ലാം നന്നായി വേവുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പരിപ്പ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങയില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 മുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മുരിങ്ങയിലൊക്കെ ഇപ്പോൾ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായി ഒരു തിള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം.